നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതാണ് റിവേഴ്സ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു തൈയാണ്. ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ചെറിയ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വലിയ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിലേക്ക് ഇതുപോലെ മുളച്ചു വന്ന റൂട്ട് സ്റ്റോക്കിൽ തിരിച്ച് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് ചെയ്തിട്ട് ഏകദേശം 2 മാസത്തോളമായി. നമ്മൾ മെല്ലെ മെല്ലെ കണ്ടോ, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇന്ന് ഇതിനെ 100% ഫൈനൽ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഇതിന്ന് ഓൾറെഡി ഒരു കമ്പ് ഇവിടെ ഇങ്ങനെ മുളച്ചിരിപ്പുണ്ട്. ഇനി ഇത് നമ്മളിങ്ങോട്ട് തിരിച്ചെടുക്കും. എടുത്തിട്ട് ഇതിനെ വേറൊരു തൈയായിട്ട് വളർത്തും കേട്ടോ. ഇത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിൽ നിന്ന് വന്ന ചെറിയൊരു ഇതുണ്ടോ, ചെറിയൊരു ബഡുണ്ട്. അതിൽ നിന്ന് പുതിയ തൈയായിട്ട് വളർന്നോളും. നമുക്കിവിടെ ഒരു പുതിയ ചക്കരക്കുട്ടിയുടെ തൈ ഇതിൻ്റെ മേലെ കായ് കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ വലിയ റൂട്ട് സ്റ്റോക്കിൽ ചെയ്തെടുക്കാം. റിവേഴ്സ് അപ്രോച്ച് മാത്രമല്ല, ഇതൊക്കെ വി ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതിൽ കണ്ടല്ലോ, ഇത് ആപ്പിൾ റൊമാനിയാണ്. ഇത് ഗ്രാമ്പു എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. മാവൂരുള്ള ഷംസുഖൻ്റെ ഗ്രാമ്പിൻ്റെ പഴുത്ത ഗ്രാമ്പുവിൻ്റെ മണമുള്ള മാങ്ങയാണ്. ഇത് പല മാവുകളുണ്ട് ഇതിൽ. ഇത് വന്നിട്ട് അർക്ക സീരീസിലുള്ള അർക്ക അരുണയാണ്. ഇത് നമ്മളിവിടെ കണ്ടെത്തിയൊരു നാടൻ വെറൈറ്റിയാണ്. ഇത് രത്ന. ഇതൊക്കെ വി ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇവിടെ വന്നിട്ട് സൂപ്പർ ക്യൂനുണ്ട്, ബനാന മാംഗോ ഉണ്ട്, ഇത് അർക്ക അരുണ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ക്യുജായ് മാംഗോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് റിവേഴ്സ് അപ്രോച്ചിങ് ആണ്. ഉണ്ടല്ലോ, നമ്മളിതിൻ്റെ അടി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പതിയെ നമ്മുടെ സമയമെടുത്തിട്ട് ഈ ഒരു കവർ അഴിച്ചു കളയും കേട്ടോ. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ റിവേഴ്സ് അപ്രോച്ച് ചെയ്തെടുത്ത ഒരു തൈയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ വെട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ നന്നായി പിടിച്ചു. ഇവിടെയൊക്കെ പ്രൂൺ ചെയ്ത് ഗ്രോത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില തൈകൾ നമുക്ക് തൈയായിട്ടായിരിക്കും കിട്ടുക, സയോണ് കിട്ടില്ല. സയോണ് കിട്ടാതെ ഇതുപോലെ കിട്ടുന്ന തൈകളൊക്കെ നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ വലിയ മാവിലേക്ക് നമുക്ക് വെച്ച് കയറ്റാവുന്നതാണ്. ഇതിലൊക്കെ ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈ സൂപ്പർ ക്വീൻ, ചേലൻ അറിയാമല്ലോ, കോഴിക്കോടിൻ്റെ ചേലൻ മാവ്. ഇത് നമ്മുടെ കലാപ്പാടി. ഇതൊക്കെ വി ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ഉഷാ നഴ്സറിയുടെ ഉഷാർ എന്ന മാവാണ്. ഇത് മുണ്ടപ്പയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. അപ്പുറത്ത് ഹോങ്സിയാങ്ങയുണ്ട്, റെഡ് ഡ്രാഗൺ എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവേഴ്സ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ. ഇത്തരം ഗ്രാഫ്റ്റിങ്ങിൽ നമുക്ക് മാവ് മാത്രമല്ല എല്ലാവിധ ഫലവൃക്ഷങ്ങളും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ തായ് ജംബോ സപ്പോട്ടയാണ്. കണ്ടോ, പൂവുള്ള ഒരു ബ്രാഞ്ചാണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. ഇത് നേരെ ഇവിടെ വെച്ച് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ്. ഇത് സീഡ്ലിങ് മുളച്ചു വന്ന ഒരു സപ്പോട്ട മരമാണ്. ഇനി ഇതിൻ്റെ ഈ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും. അല്ലെങ്കിൽ എനിക്ക് പുതിയ വെറൈറ്റി ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം. ഇവിടെ കണ്ടോ, ഇതിന് ഡാമേജ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു റൂട്ട് സ്റ്റോക്ക് കിട്ടും. ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ട് സ്റ്റോക്ക് കിട്ടും. പെട്ടെന്ന് ഗ്രോത്ത് വരും, ഒത്തിരി കായകൾ കിട്ടും. ഓക്കെ, ഇത് നാടൻ സപ്പോട്ടയുടെ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഈ തായ് ജംബോ. ഇതിൽ വൈകാതെ തന്നെ കായ് നമുക്ക് പ്രതീക്ഷിക്കാം.